മലയാളിക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ചലച്ചിത്ര ലോകത്തെ ബഹുമുഖ പ്രതിഭയാണ് ബാലചന്ദ്ര മേനോൻ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം. എന്നാൽ ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് അത് ബാലചന്ദ്ര മേനോനായിരുന്നു. 80കളിലെ ബോക്സ് ഓഫീസ് കിങ് ആയിരുന്നു ബാലചന്ദ്ര മേനോൻ. കുടുംബ സദസ്സുകളുടെ പ്രിയ നടൻ, അതിലുമുപരി എ ക്ലാസ് പ്രേക്ഷകരുടെ പ്രിയ സംവിധായകൻ. 80കളുടെ ആദ്യ പകുതിയിൽ മമ്മൂട്ടിയെക്കാളും മോഹൻലാലിനേക്കാളും ജനപ്രീതിയുള്ള താരമായിരുന്നു ബാലചന്ദ്ര മേനോൻ. തമിഴിലെ ഭാഗ്യരാജിനെ പോലെ തന്നെ സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവച്ച് വിജയിപ്പിച്ച വ്യക്തിത്വം. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നടനം എന്നിവയെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന സകല കലാവല്ലഭൻ. ഭാഗ്യരാജിനെ മോൾഡ് ചെയ്യുന്നതിൽ തമിഴ് ചലച്ചിത്രവേദിയിലെ അതികായകനായ ഭാരതീ രാജയ്ക്ക് ഒരു നിർണായക പങ്കുണ്ടായിരുന്നു. പക്ഷേ ഒരു സംവിധായകന്റെ കീഴിൽ പോലും പരിശീലനം നേടാതെയാണ് 1978 ഉത്രാള രാത്രിയിലൂടെ ബാലചന്ദ്ര മേനോൻ സ്വതന്ത്ര സംവിധായകനാവുന്നത്. ചലച്ചിത്ര പ്രസിദ്ധീകരണമായ നാനയുടെ മദുരാശി ലേഖകനായിരുന്നു ബാലചന്ദ്ര മേനോൻ. കേവലം സിനിമാ സെറ്റുകളിലെ പരിചയത്തിന്റെ പിൻബലത്തിലാണ് സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. കുടുംബ സിനിമകളിൽ മേനോൻ ആടിത്തിമിർത്ത നായക വേഷങ്ങൾ ഇന്നും സ്ത്രീകൾക്ക് ഹരമാണ്. തങ്ങളുടെ ഭർത്താവും കാമുകനും സഹോദരനും ഇങ്ങനെ ആയിരിക്കണമെന്ന് ബാലചന്ദ്ര മേനോന്റെ സിനിമ കണ്ട് ആരാധികമാർ കൊതിച്ച കാലഘട്ടമുണ്ടായിരുന്നു. ഹിറ്റും സൂപ്പർ ഹിറ്റും ഒരുക്കി മലയാള സിനിമയെ വിസ്മയിപ്പിച്ച മേനോൻ ചിത്രങ്ങൾ ഇന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. മലയാള സിനിമയിലെ ട്രൂ ഓൾറൗണ്ടർ തൻ്റെ വിശേഷങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകൾ വഴിയാണ് പങ്കുവയ്ക്കാറുള്ളത്. ചിലപ്പോൾ സിനിമയിൽ സജീവമായിരുന്ന കാലത്തെ നല്ല ഓർമ്മകൾ പുതുതലമുറയ്ക്കായി പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ ബാലചന്ദ്ര മേനോൻ പങ്കിട്ട ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോൾ മലയാളത്തിൽ ശോഭിച്ചു നിൽക്കുന്ന ഒരു പ്രതിഭയെക്കുറിച്ചുള്ളതാണ് കുറിപ്പ്. പണ്ടൊരിക്കൽ ബാലചന്ദ്ര മേനോനായ ഞാൻ ഒരു ഇന്റർ കോളേജിയേറ്റ് നാടക മത്സരത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു പോലും. തീർന്നില്ല, ആ മത്സരത്തിലെ വിജയിക്ക് 1ാം സ്ഥാനക്കാരനുള്ള ട്രോഫി സമ്മാനിച്ചു പോലും. അമ്മയാണേ സത്യം, ഈ നിമിഷങ്ങൾ ഒന്നും ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുന്ന വിദ്യാർത്ഥി ഇന്ന് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് പോലും. അതെ, സിനിമയിൽ തന്നെ. ഒന്നു മാത്രം നിങ്ങൾക്കൊപ്പം പങ്കിടാൻ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ സംസാര വിഷയമാണെന്ന് പിടികിട്ടിയോ? ഇല്ലെങ്കിൽ ഉത്തരം നാളെ ഇവിടെ ഇതേ നേരം പ്രതീക്ഷിക്കുക എന്നാണ് പഴയ ഒരു ഫോട്ടോയ്ക്കൊപ്പം ബാലചന്ദ്ര മേനോൻ കുറിച്ചത്. ഫോട്ടോയിലുള്ള കോളേജ് പയ്യൻ സംവിധായകൻ ബ്ലെസ്സിയാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആടുജീവിതം മികച്ച തിയേറ്റർ പ്രതികരണവുമായി പ്രദർശനം തുടരുകയാണ്. ഇതുവരെ ബ്ലെസ്സി ചെയ്തതിൽ എല്ലാ സിനിമയും ഹിറ്റാണ്. വാരി വലിച്ച സിനിമകൾ ചെയ്യുക എന്നതല്ല, നല്ല സിനിമകൾ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ മികച്ചതാക്കി പുറത്തെത്തിക്കുക എന്നതാണ് ബ്ലെസ്സിയുടെ രീതി. ബാലചന്ദ്ര മേനോന്റെ കുറിപ്പ് ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി കമന്റുകളും ലൈക്കുകളുമായി ആരാധകരും എത്തി. ബാലചന്ദ്ര മേനോൻ പരിചയപ്പെടുത്തിയ ആരും മോശക്കാരല്ലെന്നാണ് കമന്റുകളിൽ ഏറെയും. താങ്കൾ പരിചയപ്പെടുത്തിയ ആരും മോശക്കാരല്ല, ആളെ പിടികിട്ടി, പക്ഷെ ഇപ്പോൾ പറയുന്നില്ല. മേനോൻ സാർ, താങ്കളുടെ അനുഗ്രഹാശിസ്സുകളോടെ വന്നവരാരും മോശമായിട്ടല്ല. മേനോൻ സാർ, താങ്കളുടെ അനുഗ്രഹാശിസ്സുകളോടെ വന്നവരാരും മോശമായിട്ടില്ല. അതൊരു വലിയ ഈശ്വരാനുഗ്രഹമാണ്. ഇനിയും എല്ലായ്പ്പോഴും താങ്കൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. താങ്കളുടെ കയ്യൊപ്പ് പതിഞ്ഞതൊന്നും ഒരിക്കലും മോശമായിട്ടില്ല. സാറിൻ്റെ തൊപ്പിയിൽ എത്രയേറെ തൂവലുകളാണ്. ആടുജീവിതം സിനിമ ഹിറ്റായപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റി. സന്തോഷം എന്നിങ്ങനെ എല്ലാമാണ് കമൻറ്റുകൾ വന്നിരിക്കുന്നത്.